സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ ഒരിക്കൽ കൂടി പശ്ചിമേഷ്യയിലെ സംഘർഷ അന്തരീക്ഷത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഹമാസിനെതിരെ ഗസയിൽ ഇസ്രായേൽ ആരംഭിച്ച ആക്രമണം അത് ഫലസ്തീൻ ജനതയുടെ ഏതാണ്ട് വംശഹത്യാ ശ്രമമായി തുടരുന്നതിനിടെ ഇസ്രായേൽ ഫലസ്തീൻ കോസിന് വേണ്ടി നിൽക്കുന്ന മറ്റ് അല്ലെങ്കിൽ ആ ഹമാസിനെ പിന്തുണയ്ക്കുകയോ ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന മറ്റ് രാഷ്ട്രങ്ങളിലെ ചില സംഘടനകൾക്ക് നേർക്ക്, ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേർക്ക് അല്ലെങ്കിൽ ഹൂത്തികൾക്ക് നേർക്ക് ഒക്കെ ആക്രമണം നടത്തുന്ന കാഴ്ച നമ്മൾ ഈ കാലത്തിനിടെ കണ്ടു. അതിനിടയിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇറാനെ ആക്രമിക്കാനും ഇസ്രായേൽ ശ്രമിക്കുന്ന കാഴ്ച കണ്ടു. ഇറാൻ്റെ എംബസി, ദമാസ്കസിലുള്ള എംബസി, സിറിയയിലെ ദമാസ്കസിലുള്ള എംബസി ഇസ്രായേൽ ആക്രമിച്ചു. ഹിസ്ബുള്ളയുടെ ലീഡർഷിപ്പിനെ ഏതാണ്ട് ഇസ്രായേൽ ഇല്ലാതാക്കി. ഇതൊക്കെ ഈ കാലയളവിൽ നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരിട്ട് ഇറാനുമേൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ. 2004 ഒരിക്കൽ ചെറിയ ആക്രമണം ഇസ്രായേൽ ഇറാനുമേൽ നടത്തിയതാണ്. അന്നത് ഒരു സംഘർഷമായി വളരാതെ നിൽക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇത്തവണ വളരെ ഏകപക്ഷീയമായി ഇറാനുമേൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ, അതുപോലെ മറ്റ് സൈനിക കേന്ദ്രങ്ങൾ, ഒപ്പം ഇറാൻ്റെ സൈനിക മേധാവിമാർ അവർ താമസിക്കുന്ന സ്ഥലം, ആണവ ശാസ്ത്രജ്ഞന്മാർ അവർ താമസിക്കുന്ന സ്ഥലം, ഇതൊക്കെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. റിപ്പബ്ലിക്കൻ ഗാർഡ്സിൻ്റെ മേധാവി, സംയുക്ത സേനാ മേധാവി, ഇറാൻ്റെ ആണവ ഏജൻസിയുടെ തലവൻ, ഇങ്ങനെ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ള ആളുകൾ 5-6 പേർ വധിക്കപ്പെട്ടിരിക്കുന്നു. ഇറാൻ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന് ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനൈ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മേഖലയിൽ ഒരു വലിയ സംഘർഷമായി വളരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേൽ മാത്രമായിരിക്കില്ല ലക്ഷ്യം. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ താവളങ്ങൾ ഞങ്ങൾ ലക്ഷ്യമിടും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടല്ലെങ്കിലും ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സിലെ അധ്യാപകൻ, വെസ്റ്റ് ഏഷ്യൻ രാഷ്ട്രീയം ഏത് വിധത്തിലാണ് നീങ്ങുന്നതെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഡോക്ടർ ലിറാർ പുളിക്കലകത്താണ് നമുക്കൊപ്പം ഉള്ളത്. സ്വാഗതം ലിറാർ. ഈ ആക്രമണത്തെ ഇന്നലെ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായേക്കാം എന്നുള്ളത് 2 ദിവസമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് അന്തരീക്ഷത്തിലുണ്ട്. അമേരിക്കയാകട്ടെ കഴിഞ്ഞ ദിവസം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അവരുടെ പ്രതിനിധികളെ തിരിച്ചു വിളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ ഇസ്രായേൽ ഉടൻ ആക്രമണം നടത്തും എന്നുള്ളൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അത് ഇന്നലെ രാത്രി സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? അതീവ എന്താ പറയുക, സംഘർഷഭരിതമായൊരു സാഹചര്യം എന്ന് പറയണ്ടേ? തീർച്ചയായും രാജീവ് സാറ്, കാരണം എന്താന്ന് വെച്ചാല് നമ്മള് പശ്ചിമേഷ്യ വർഷങ്ങളായിട്ട് ഒരു സംഘർഷ ഭൂമിയാണ്. നിരന്തരം ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, അല്ലെങ്കിൽ ഒന്നുകിൽ അത് 2 രാഷ്ട്രങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറും ഒരു രാഷ്ട്രങ്ങളും, ആ തരത്തിലുള്ള യുദ്ധങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന മേഖല. പ്രത്യേകിച്ച് അതിലേതെങ്കിലും ഒരു ഭാഗത്ത് എപ്പോഴും നമുക്ക് ഇസ്രായേലിനെ കാണാൻ പറ്റും. ഒന്നുകിൽ ഇസ്രായേൽ ഹമാസ്, അല്ലെങ്കിൽ ഇസ്രായേൽ ഹിസ്ബുള്ള, അല്ലെങ്കിൽ ഇസ്രായേൽ ഹൂത്തികൾ, അല്ലെങ്കിൽ ഇസ്രായേലും അയൽ രാഷ്ട്രങ്ങളുമായിട്ടുള്ള അറബ് രാഷ്ട്രങ്ങൾ, സിറിയയുമായിട്ടോ ലെബനാനുമായിട്ടോ, അതൊക്കെ നിരന്തരം നമ്മൾ കാണുന്നു. അതിനു മുമ്പ് നമുക്ക് ഇറാൻ ഇറാഖ് യുദ്ധം നടന്നിട്ടുണ്ട്, ഇറാഖ് കുവൈത്ത് യുദ്ധം നടന്നിട്ടുണ്ട്. പക്ഷെ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്ന്, ഈ ഒരു റീജിയൻ നമ്മൾ പ്രത്യേകിച്ച് 2023 ഒക്ടോബർ 7 മുതൽ തുടർച്ചയായിട്ട് കാണുന്ന ഒരു അറബ് ഇസ്രായേലി കോൺഫ്ലിക്റ്റിന്റെ, പ്രത്യേകിച്ച് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് യമനുമായിട്ടും ലെബനോനുമായിട്ടും ഒക്കെ സംഘർഷം നടക്കുന്നു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യം എന്താ വെച്ചാൽ, ഇറാന്റെ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പം നമ്മൾ ഈ റീജിയണിലെ ഒരുപാട് രാഷ്ട്രങ്ങൾ, അപ്പൊ അതിൽ ഇറാന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കമ്പാരിറ്റീവ്ലി അവർ നല്ല നാച്ചുറൽ റിസോഴ്സും ഹ്യൂമൻ റിസോഴ്സും മിലിറ്ററി സ്ട്രെങ്ത്തും ഇങ്ങനെ എല്ലാം കൊണ്ടും അത്യാവശ്യം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു റീജിയണൽ ആക്ടർ ആണ് ഇറാൻ. അതുപോലെ തന്നെ സൗദി അറേബ്യക്ക് നമുക്കറിയാം. ഇറാന്റെ ഒരു പ്രത്യേകത, ഇറാൻ ഈ റീജിയനിൽ ഒരുപാട് പ്രോക്സി ആക്ടേഴ്സ് ഉണ്ട്. ഇറാന് വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരുപാട് സായുധ സംഘടനകൾ, നേരത്തെ തന്നെ രാജീവ് സാർ പറഞ്ഞ പോലെ ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ. ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് എന്തെന്ന് വെച്ചാൽ, ഇറാൻ നിരന്തരം നമുക്ക് കാണാൻ പറ്റും, എപ്പോഴൊക്കെ ഇസ്രായേലോ അമേരിക്ക ഇറാനെതിരെ എന്തെങ്കിലും ത്രട്ടോ അല്ലെങ്കിൽ ഭീഷണികളൊക്കെ മുഴക്കുന്ന സമയത്ത് ഇറാനും അതേ
ഭാഷയിൽ മറുപടി പറഞ്ഞിട്ട് ഇറാനിയൻ ലീഡേഴ്സും അല്ലെങ്കിൽ ആർമി ലീഡേഴ്സും അത്തരത്തിൽ അതിന് ശക്തമായ തിരിച്ചടി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ആക്രമണം നടക്കുന്നത് 2023 ഹമാസ് ആക്രമണം നടത്തി തൊട്ടു പിന്നാലെ ഇറാനെതിരെ ആക്രമണം നടത്തിയിട്ടില്ല. മറിച്ച് ഇത്രയും കാലം ഏതാണ്ട് 2 വർഷത്തോളം ഇസ്രായേൽ ചെയ്തത് നമ്മൾ വീക്ഷിച്ച് നമുക്ക് മനസ്സിലാവും. ആദ്യം ഹമാസിനെ തളർത്തി, അത് കഴിഞ്ഞ് ഹിസ്ബുള്ളയെ തളർത്തി, അത് കഴിഞ്ഞിട്ട് ഹൂത്തികളെ ഏതാണ്ട് തകർത്തിട്ടുണ്ട്. അപ്പം ഇറാനെ ഈ റീജിയണിൽ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആക്ടേഴ്സ് ആണ് ഈ പറഞ്ഞ 3 മിലിറ്റന്റ് ഗ്രൂപ്പ്സുകളും. അല്ലാതെ ഏത് രാഷ്ട്രങ്ങൾ എന്തായാലും ഇറാനെ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഖത്തറോ അല്ലെങ്കിൽ തുർക്കിയോ. പക്ഷെ ഒരിക്കലും അവർ ഡയറക്റ്റ് ആയിട്ട് ഈ ഇറാൻ ഒരു മിലിറ്ററിലി ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അതേസമയം ഒരുപാട് ബാക്കി സ്റ്റേറ്റ്സ് എല്ലാം സുന്നി സ്റ്റേറ്റ്സ്, ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം നമുക്ക് കാണാം തൊട്ടപ്പുറത്ത് അമേരിക്കയുടെയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു പക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ്. അത് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി. അപ്പം ഇറാനെ സഹായിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇറാന്റെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഈ ഒരു റീജിയണൽ ആക്ടേഴ്സ് എല്ലാം തളർന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഏതാണ്ട് തകർത്ത ഒരു കോണ്ടക്സ്റ്റിൽ കൂടിയാണ് ഇപ്പോ ഇസ്രായേൽ ഈ ഒരു അറ്റാക്ക് ഇറാനെതിരെ നടക്കുന്നത്. ഈ അറ്റാക്ക് നടന്നു എന്ന് മാത്രമല്ല, ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ച പോലെ തന്നെ അവരുടെ ടാർഗറ്റ് വളരെ കൃത്യമായിരുന്നു. രാജീവ് സാറ് അമുഖത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ ഇറാൻ, നമുക്കറിയാം ഇറാന്റെ മിലിറ്ററി നമ്മൾ നോക്കാം, അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരേറ്റവും പ്രധാനപ്പെട്ട മീൻസ് ഒരു പിന്നെ പേഴ്സണാലിറ്റീസ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ അതിൽ ചീഫ് ആയിട്ടുള്ള ഹുസൈൻ സലാമി ഇതിൽ വധിക്കപ്പെട്ടു. അതും അയാൾ മാത്രമല്ല, ഫോമർ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ഓർഗനൈസേഷന്റെ ഹെഡ് ആയിരുന്ന ഒരു അബ്ബാസി, അയാൾ കൊല്ലപ്പെട്ടു. അത് മാത്രമല്ല പറഞ്ഞു, ഈ ഇവര് ടാർഗറ്റ് ചെയ്ത പ്രധാനപ്പെട്ട ഇറാനിയൻ ക്യാപിറ്റൽ സിറ്റി ടെഹ്റാനും ടെഹ്റാന്റെ സറൗണ്ടിങ് പ്ലേസിൽ വരുന്ന സ്ട്രാറ്റജിക് ആയിട്ട് ലൊക്കേഷൻസ് എല്ലാം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. അത് മിലിറ്ററി ബേസുകളുണ്ട് അതിൽ വരുന്ന, അതേപോലെ ന്യൂക്ലിയർ ഫെസിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ. അത് ഇറാനിൽ സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. ആക്ച്വലി ഇറാനിലെ ഈ ഒരു ന്യൂക്ലിയർ ബേസ് ഇതെല്ലാം ഒരു സ്ഥലത്ത് മാത്രമായിട്ടുള്ള, ഒരു സ്ഥലത്ത് എൻറിച്ച്മെന്റ് ആണെങ്കിൽ വേറെ സ്ഥലത്ത് ഗവേഷണം നടക്കുന്നത്, വേറെ സ്ഥലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് വെപ്പൺ സംഗതികൾ. അപ്പം ഓരോരോ സ്ഥലങ്ങളിലായിട്ട് അത് കിടക്കുക. അപ്പൊ ഇതിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഇപ്പോഴത്തെ ഈ ഒരു അറ്റാക്കിൽ ഇന്ന് പുലർച്ചെ നടന്ന ഈ അറ്റാക്കിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്യപ്പെട്ടു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലേറെ അപ്പം സ്വാഭാവികമായിട്ടും ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രത്തിനെതിരെ അറ്റാക്ക് നല്ല തിരിച്ചടിക്കണം എന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിന്റെ മിലിറ്ററി ബേസുകൾ അല്ലെങ്കിൽ മിലിറ്ററി കമാൻഡിങ് ചീഫുകൾ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ ഒരു അറ്റാക്കിൽ അതുകൂടി ടാർഗറ്റ് ചെയ്യപ്പെട്ടു. റവല്യൂഷണറി ഗാർഡിന്റെ ചീഫിന് കൊല്ലപ്പെട്ടു, അതുകൂടാതെ മിലിറ്ററി ചീഫിനെ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും കൂടാതെ മിലിറ്ററി പേഴ്സണൽ എല്ലാം പ്രധാനപ്പെട്ട ആളുകളെല്ലാം താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് സമുച്ചയം അപ്പാടെ നിലം പരിശാക്കിയാണ്. അപ്പൊ ഇത്തരത്തിൽ ഉടൻ തന്നെ ഇറാൻ ഒരു തിരിച്ചടി കൊടുക്കാൻ അതിന് കമാൻഡ് കൊടുക്കേണ്ട ആളുകളാണ് ഇവർ ആദ്യം ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ അതൊരു കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മൊസാദ് അല്ലെങ്കിൽ ഇസ്രായേൽ ഡിഫൻസും അല്ലെങ്കിൽ ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസിയും വർഷങ്ങളോളം എടുത്ത പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് നടപ്പിലാക്കിയ ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് അവർ അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഒരു പക്ഷേ ഒരു അറ്റാക്ക് നടന്നത്. ഈവൻ ട്രംപിന്റെയോ അമേരിക്കയുടെയോ ഒരു ഓപ്പൺ ആയിട്ടുള്ള പിന്തുണ ഇതിനില്ലായിരുന്നു. നമുക്കറിയാം സൈലന്റ് ആയിട്ടും അല്ലെങ്കിൽ അമേരിക്ക എന്ത് തന്നെയാലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും, അതിൽ തർക്കമൊന്നുമില്ല. ഇനിയിപ്പോ ഒരു വാറിലേക്ക് നീങ്ങുകയാണെങ്കിൽ തന്നെ എന്തായാലും സപ്പോർട്ട് ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ സൈറ്റുകളാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, അത് തന്നെ കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇറാൻ എത്രത്തോളം പവർഫുൾ ആണ് തിരിച്ചടിക്കാൻ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമുക്ക് കാണാം, ഇറാന് കിട്ടാൻ സാധ്യതയുള്ള ഇന്റർനാഷണൽ സപ്പോർട്ടേഴ്സ് ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും റഷ്യ, ചൈന അടക്കമുള്ള രാഷ്ട്രങ്ങളൊക്കെയാണ് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇറാൻ പ്രതീക്ഷിക്കുന്നത്. അത് എപ്പോ കിട്ടും, എങ്ങനെ കിട്ടും, അതിന്റെ ഒരു തിരിച്ചടി ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ജസ്റ്റ് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ തന്നെ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ പത്രസമ്മേളനത്തിൽ. അവസാനം സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഡ് ചെയ്ത്, അതായത് ഇത് ഒരു തുടക്കം മാത്രമാണ്, ഒരു റൗണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് 5 ഫേസസ് എന്ന രീതിയിൽ പറഞ്ഞു, ജസ്റ്റ് ഒരു 5 റൗണ്ട് ഒരു അറ്റാക്ക് മാത്രമേ ഇപ്പൊ നടന്നിട്ടുള്ളൂ. ഇതൊരിക്കലും കംപ്ലീറ്റ് ആയിട്ടില്ല, എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് പ്രവചിക്കാൻ പറ്റൂലെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നെതന്യാഹു. അത് സൂചിപ്പിക്കുക, അത് എനിക്ക് തോന്നുന്നു ഹമാസിനെതിരെ നടന്ന 2023 അറ്റാക്കിന്റെ സമയത്ത് നടന്ന പ്രസ്താവന ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു. ഞങ്ങൾ ലക്ഷ്യം നേടുന്നത് വരെ യുദ്ധം തുടരും എന്ന് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഇതും അതുപോലെ ഒരു പക്ഷേ അനന്തമായിട്ട് നീണ്ടുന്ന ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് സ്വാഭാവികമായിട്ട് സംശയിക്കണം. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇതുവരെ നമ്മൾ ആക്ച്വലി കണ്ടിട്ടില്ല.
രാജീവ് സാർ പറഞ്ഞ കഴിഞ്ഞ വർഷം ഒരു ചെറുതായിട്ടുള്ള തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിസൈൽ ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അതൊരു വാർ എന്നുള്ള തരത്തിലേക്ക് ഒരിക്കലും എസ്കലേറ്റ് ചെയ്യപ്പെട്ടില്ല. ഇപ്പോ ഈ ഒരു പക്ഷേ ഇതൊരു വാറിലേക്ക് കടക്കാൻ ഒരു സാധ്യതയുണ്ട്. കാരണം ഇറാൻ അത്രയും മുറിവേൽപ്പിച്ച അല്ലെങ്കിൽ ഇറാനെ അതിലെ പ്രധാനപ്പെട്ട അവരെ കമാൻഡേഴ്സിനെയും അല്ലെങ്കിൽ ലീഡേഴ്സിനെയും സയന്റിസ്റ്റുകളൊക്കെയാണ്, അതും ഇറാന്റെ ക്യാപിറ്റൽ സിറ്റിയിൽ ചെന്നിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. ക്യാപിറ്റൽ സിറ്റിയിൽ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ അറ്റാക്ക് ചെയ്യപ്പെട്ടു. അത് മാത്രമല്ല ഇറാന്റെ പ്രധാനപ്പെട്ട നാവൽ ഷിപ്പുകൾ വരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. 10-ലധികം ടാർഗറ്റുകളായിരുന്നു ഇസ്രായേൽ ഇന്ന് മോർണിംഗിൽ നടന്ന അറ്റാക്ക് ഉണ്ടായത്. അപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ ടാർഗറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് ആനുപാതികമായിട്ടും ചെറുതായിട്ടെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നുള്ളൊരു തിരിച്ചടി എന്തായാലും നമുക്ക് സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാം വരും ദിവസങ്ങൾ, വരും മണിക്കൂറുകൾ. ഈ 2024 കാര്യം സൂചിപ്പിച്ചല്ലോ. ഇപ്പൊ 2024 ഇപ്പൊ ഡമാസ്കസിലെ ഇറാന്റെ എംബസി ആക്രമിക്കുന്നു, ഇറാന്റെ ഒരു സേനാ മേധാവിയെ വധിക്കുന്നു. വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷനായിരുന്നു ഇസ്രായേലിൻ്റെത്. അന്ന് ഇറാൻ ഒരു തിരിച്ചടി നടത്തുമ്പോൾ ഇറാൻ അത് മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്ന് അമേരിക്ക പിന്നീട് പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ തിരിച്ചടിക്കാൻ പോകുന്നു എന്നുള്ള വിവരം ഇറാൻ നേരത്തെ അറിയിച്ചിരുന്നു എന്ന് അമേരിക്ക പറയുന്നുണ്ട്. ഇസ്രായേലിന് ഒരുപക്ഷെ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സമയം ലഭിച്ചിട്ടും ഉണ്ടാകാം. അതിനുശേഷമുള്ളത് ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണത്തിന് ശേഷം, ഹസൻ നസ്രുള്ളയെ വധിച്ച ആക്രമണത്തിന് ശേഷം ഇറാൻ നടത്തിയ ഒരു മിസൈൽ അറ്റാക്കായിരുന്നു. അതിന് തിരിച്ചടിയായിട്ട് ഇസ്രായേൽ ഇറാനിലെ മിലിറ്ററി കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നുണ്ട്. അത് അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു തുടർച്ച ഉണ്ടാവുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇസ്രായേൽ പറയുന്നത്, ഇറാൻ എന്ന് പറയുന്നത് ഇസ്രായേലിന് വലിയ ത്രെറ്റാണ്. ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആണവ ഗവേഷണ പദ്ധതികൾ ഇസ്രായേലിനെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ ആണവ ഗവേഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാനുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ ദീർഘകാലമായിട്ട് നടക്കുന്നതാണ്. 2015 അമേരിക്കയും ഇറാനും തമ്മിലൊരു എഗ്രിമെൻ്റ് എത്തിയതാണ്. അത് പിന്നീട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അതിൽ നിന്ന് ഏകപക്ഷീയമായി വിഡ്രോ ചെയ്തുകൊണ്ടാണ് വീണ്ടും ഈ ഇറാനുമായിട്ടുള്ള ബന്ധം തകരാറിലാക്കുന്നത്. ഇപ്പോൾ ഈ അമേരിക്ക ഇടപെട്ട് ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തുന്നത്. ദാറ്റ് മീൻസ് ഈ ഇറാനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമാധാന ചർച്ചകളോ അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ ഡീലിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളോ അത് ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ലക്ഷ്യം. 2, ഇറാനെ തന്നെ ഡിസ്റ്റബിലൈസ് ചെയ്യുക എന്നുള്ള വേറൊരു ലക്ഷ്യം. ഇത് രണ്ടും ഇസ്രായേലിനുണ്ടെന്ന് കരുതണ്ടേ? ന്യായമായിട്ട് നമുക്ക് സംശയിക്കാം. കാരണം രാജീവ് സർ പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് ഇറാനിയൻ ലീഡേഴ്സുമായിട്ട് ഒമാനിലാണ് തോന്നുന്നു ചർച്ച നടക്കുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം പോലും ചർച്ച ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പം ലാസ്റ്റ് ട്രംപിന്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് നടന്നത് ചർച്ചയിൽ ഇനി വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അവസാനം എനിക്ക് തോന്നുന്നു ചർച്ച അവസാനം. എനിക്ക് അടുത്ത ആഴ്ചകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു പക്ഷേ ഇസ്രായേൽ അത്തരം ഒരു സമാധാന ചർച്ച അല്ലെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. അത് വേണമെങ്കിൽ ന്യായമായിട്ട് നമുക്ക് സംശയിക്കാം. അല്ലെങ്കിൽ വേറെ പല ആക്ടേഴ്സും അതിൽ ഇൻട്രസ്റ്റഡ് അല്ല. അപ്പൊ നമുക്ക് ഇസ്രായേലിനെ മാത്രം ഇതിൽ പ്രതി ചേർക്കുന്ന അർത്ഥം എനിക്ക് തോന്നുന്നില്ല. കാരണം ഇറാന്റെ തകർച്ച ആഗ്രഹിക്കുന്ന രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ ആക്ച്വലി ഇസ്രായേൽ മാത്രമല്ല. നമുക്കറിയാം പല ഗൾഫ് രാഷ്ട്രങ്ങളും ഇറാനുമായിട്ട് പലതരത്തിലുള്ള ആശയപരമായിട്ടും അല്ലാതെയും പലതരത്തിലുള്ള വിരുദ്ധ ചെയ്തിലുള്ള രാഷ്ട്രങ്ങളാണ്, സൗദി അടക്കമുള്ള രാഷ്ട്രങ്ങൾ. അത് മാത്രമല്ല നമുക്കറിയാം ഈ ഒരു റീജിയനിൽ നിലവിൽ അപ്പം ഇസ്രായേലിനെ ഓപ്പൺലി ഇസ്രായേലിനെ ത്രട്ടൻ ചെയ്യുന്ന, അത് വാക്കുകൊണ്ടും അല്ലെങ്കിൽ ശക്തി കൊണ്ടും ത്രട്ടൻ ചെയ്യുന്ന ഒരേ ഒരു രാഷ്ട്രം ആക്ച്വലി നിലവിൽ ഇറാൻ മാത്രമേ ഉള്ളൂ. നേരത്തെ നമുക്കറിയാം ഈജിപ്ത് ഉണ്ടായിരുന്നു, ജോർദാൻ ഉണ്ടായിരുന്നു, സിറിയ ഉണ്ടായിരുന്നു. ഇതിലിപ്പോ ഈജിപ്തും ജോർദാനും ഓൾറെഡി നമുക്കറിയാം ഇസ്രായേലുമായിട്ട് സമാധാന ഉടമ്പടി ഒപ്പുവെച്ച രാഷ്ട്രങ്ങളാണ്. ഗൾഫ് രാഷ്ട്രങ്ങൾ ബഹ്റൈനും UAEയും ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം ആ ഒരു പാത നമുക്ക് കാണാം. അതിന്റെ കൂടെ തന്നെ പിന്നെ ഒരു ത്രെട്ട് ആയിട്ടുണ്ടായിരുന്നത് സിറിയ ആയിരുന്നു. സിറിയ നമുക്കറിയാം, സിറിയ ടോട്ടലി ഡീസ്റ്റബിലൈസ് ചെയ്യപ്പെട്ട ഒരു കൺട്രിയാണ്. അത് മാത്രമല്ല ഇറാൻ ഒരു തരത്തിലും ഇപ്പോൾ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഒരു രാഷ്ട്രമായിട്ട് സിറിയ മാറി. അവരുടെ ഒരു മിലിറ്ററി ബേസോ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണകൂടം അവിടെ ഇല്ല, അല്ലെങ്കിൽ അവരെ മിലിറ്റന്റ് ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചാനൽ ഒന്നുമില്ല. ഇതേ സംഭവം തന്നെ ലെബനോന്റെ കേസിലും. ഇപ്പം സിറിയ ആക്ച്വലി ഈ സിറിയയുടെ ഒരു വീഴ്ച എനിക്ക് തോന്നുന്നു ഈ ഇറാൻ ഇസ്രായേൽ ബന്ധത്തിൽ വളരെ, അല്ലെങ്കിൽ ഇസ്രായേലിന് ഇപ്പോഴത്തെ ഒരു കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എപ്പോഴൊക്കെ ഇറാനും ഇസ്രായേലും ഒരു സംഘർഷം നടക്കുന്ന ഒരു സാധ്യതയുള്ള മൊമെന്റിലൊക്കെ ഒരു
ഹിസ്ബുള്ളയുടെ അറ്റാക്കോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായിട്ട് ഇസ്രായേലിന് ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരേ സമയം മൾട്ടിപ്പിൾ വാർ ഫ്രണ്ടിന് ഫൈറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഇസ്രായേൽ നിർബന്ധിതരായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഹിസ്ബുള്ള ഏതാണ്ട് മീൻസ് ഡിമിലിറ്ററൈസ് ചെയ്യപ്പെട്ട് പൂർണ്ണമായിട്ടും അതിനെ തകർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി നിലവിൽ ഡയറക്റ്റ് ആയിട്ട് ഇറാന്റെ സപ്പോർട്ട് അതിന് എന്താണ് സ്മൂത്ത് ആയിട്ട് കിട്ടുന്ന ഒരു സാധ്യതയില്ല. കാരണം സിറിയ ആയിരുന്നു മെയിൻ ആയിട്ട് അതിലേക്കുള്ള ഒരു ചാനൽ റൂട്ട്. അപ്പൊ അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. പിന്നെ നമുക്കറിയാം ഹൂത്തികൾ ഏതാണ്ട് പലതരത്തിൽ അമേരിക്കയും ഇസ്രായേലും കണ്ടിന്യൂസ്ലി തന്നെ ഫ്രീക്വന്റ് ഇന്റർവെല്ലിൽ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യപ്പെടുന്നു. അപ്പം ഇറാന് ഇപ്പം ഒരു കമ്പാരറ്റീവ്ലി ഒരു വീക്കർ പൊസിഷനിലാണ് ഇറാൻ ഇസ്രായേലുമായിട്ട് ഒരു കോൺഫ്രണ്ടേഷന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇസ്രായേൽ ഈ ഒരു സമയം തെരഞ്ഞെടുത്തത് ഇപ്പൊ തന്നെ അറ്റാക്ക് ചെയ്യാൻ. പിന്നെ അതിന്റെ കൂടെ നമ്മൾ കാണേണ്ടത് ഇപ്പം നേരത്തെ ചോദ്യത്തിലേക്ക് വരാം, എന്തുകൊണ്ട് ട്രംപിന്റെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സമാധാന ആണവ കരാറുമായിട്ട് ബന്ധപ്പെട്ട ഉടമ്പടിയെ എത്രത്തോളം ഇസ്രായേൽ ഭയക്കുന്നു എന്നുള്ളൊരു ചോദ്യം ന്യായമായിട്ടുണ്ട്. കാരണം ഇറാനും യു എസും തമ്മിൽ നല്ലൊരു ബന്ധം തുടർന്നാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു അടുത്ത സ്റ്റേജ് ഇറാനിന് മേലെ യു എസ് പിന്നെ ഉപരോധങ്ങൾ ഓൾറെഡി കിടക്കുന്നുണ്ട്. 2000 അതിന് മുമ്പേ കിടക്കേണ്ടത് ഉപരോധങ്ങൾ, പലതരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ, ആയുധ ഉപരോധങ്ങൾ. അപ്പൊ ഇതൊക്കെ പതിയെ പതിയെ എന്താണ് ലിഫ്റ്റ് ചെയ്യാൻ, അത് ഒഴിവാക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇറാൻ വീണ്ടും സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പവർഫുൾ, ഒരു സ്ട്രോങ് ഇറാൻ അപ്പുറത്ത് നിൽക്കുന്നത് ഇസ്രായേൽ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇറാന്റെ ഓരോരോ ശക്തികളെ ഈ റീജിയണിൽ തകർത്ത് നിൽക്കുന്ന ഒരു മൊമെന്റിൽ തന്നെ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രം കൂടിയായിരിക്കും സ്വാഭാവികമായിട്ടും ഇസ്രായേൽ. ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും നൈബറിംഗ് ഗൾഫ് കൺട്രീസിന്റെയും ഒരു ചിന്ത. ഒരു പക്ഷേ നമ്മൾ ഇതിന്റെ കൂടെ കാണുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇറാൻ ഈ ഒരു വാർ നടക്കാൻ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ സൂചന തന്ന് അമേരിക്കൻ എംപ്ലോയീസിന് അല്ലെങ്കിൽ നമ്മുടെ എംബസിയിലെ സ്റ്റാഫുകളെയും ഒക്കെ ഇറാഖിൽ നിന്നും അടക്കമുള്ള പല രാഷ്ട്രങ്ങളിൽ നിന്നും അവർ പിൻവലിച്ചു ഈ ഒരു വാർ മുൻകൂട്ടി കണ്ടുകൊണ്ട്. കാരണം ഇറാൻ കൃത്യമായിട്ട് വാൺ ചെയ്തിരുന്നു, ഇങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇറാന്റെ പ്രധാനപ്പെട്ട തിരിച്ചടി അല്ലെങ്കിൽ ടാർഗറ്റുകൾ മെയിൻ ആയിട്ട് അമേരിക്കയുടെ മിലിറ്ററി ബേസുകളായിരിക്കും ഈ റീജിയനിലുള്ള. ഈ റീജിയനിൽ നമുക്കറിയാം ഏതാണ്ട് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും ഇറാന്റെ മിലിറ്ററി ബേസുകൾ, പ്രത്യേകിച്ച് ഏതാണ്ട് എല്ലാ ചെറിയ രാഷ്ട്രങ്ങളുണ്ട്. UAE ഉണ്ട്, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, ഇവിടെയൊക്കെ അമേരിക്കയുടെ മിലിറ്ററി ബേസുകളുണ്ട്. ഈ മിലിറ്ററി ബേസുകൾ പല പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം അവിടുത്തെ ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പല പർപ്പസിനാണ് ആക്ച്വലി US മിലിറ്ററി നാവൽ ബേസുകൾ ഇവിടെയൊക്കെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇറാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇറാനെതിരെ ഒരു ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് അമേരിക്കയുടെ മൗനാനുവാദത്തോട് അല്ലെങ്കിൽ സമ്മതത്തോട് മറുപോട് കൂടി തന്നെ ആയിരിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇറാന്റെ തിരിച്ചടി അമേരിക്കൻ ബേസുകൾക്കെതിരെ കൃത്യമായിട്ടും ഉണ്ടാകുമെന്നുള്ള സൂചന നേരത്തെ തന്നിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ മൾട്ടിപ്പിൾ തലത്തിൽ ഈ ഒരു വാർ കണക്റ്റഡ് ആണ്. അതായത് അല്ലെങ്കിൽ ഒരുപാട് റീജിയണൽ ആക്ടേഴ്സിനും ഇന്റർനാഷണൽ ആക്ടേഴ്സിനും ഇതിലേക്ക് വലിച്ചഴക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു യുദ്ധം കൂടിയാണ് ഇപ്പോഴത്തെ യുദ്ധം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പോക്ക് വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങളിൽ ഏതൊക്കെ ഡയറക്ഷനിലേക്കായിരിക്കും, ഏതൊക്കെ രാഷ്ട്രങ്ങളും ആക്ടേഴ്സും ഇതിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കും, ആർക്കൊക്കെ എത്രത്തോളം അതിന്റെ ഒരു ഇന്റൻസിറ്റി, അതിന്റെ ഒരു കാഷ്വാലിറ്റീസും ഡാമേജും ഉണ്ടാവും നമുക്ക് ഇപ്പോൾ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി സ്വാഭാവികമായിട്ടും റഷ്യയുടെ ഒരു റോള് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഉക്രൈൻ അതും കൂടി ഒരു പ്രധാന പോയിന്റ്. കാരണം ഇറാൻ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ഇന്റർനാഷണൽ ആക്ടർ ഇതിൽ റഷ്യയാണ്. പക്ഷെ റഷ്യയുടെ സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കൂടെ കാണണം. ഉക്രൈനുമായിട്ടുള്ള വാറ്, ഉക്രൈൻ കമ്പാരിറ്റീവ്ലി ഒരു വീക്ക് സ്റ്റേറ്റ് ആണ് ഇപ്പം റഷ്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, മിലിറ്ററിലി അല്ലെങ്കിൽ എക്കണോമിക്കലി അല്ലെങ്കിൽ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ. പക്ഷെ ആ രാഷ്ട്രവുമായിട്ട് ഏതാണ്ട് 2 വർഷത്തോളമായിട്ട് റഷ്യ യുദ്ധം ചെയ്തുകൊണ്ട് ഇപ്പോഴും അത് പൂർണ്ണ വിജയത്തിൽ എത്തിയിട്ടില്ല. അതേസമയം റഷ്യക്ക് അകത്ത് കയറി അറ്റാക്ക് ചെയ്യുന്ന, റഷ്യയുടെ പ്രധാനപ്പെട്ട പല ഫെസിലിറ്റീസും അല്ലെങ്കിൽ വാർ ഫൈറ്റർ ജെറ്റ്സും അല്ലെങ്കിൽ അത്തരം കാപ്പബിലിറ്റീസിനെല്ലാം അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ഉക്രൈൻ എത്തി. അപ്പൊ അതിന്റെ തിരിച്ചടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം റഷ്യ പൂർണ്ണമായിട്ടും ഉക്രൈനുമായിട്ടുള്ള ഡയറക്റ്റ് വാറിൽ എൻഗേജ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് റഷ്യയുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഈ ഒരു ഘട്ടത്തിൽ ഇറാന് കിട്ടൂല എന്നെല്ലാം ഉറപ്പുവരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറാൻ ഏതൊക്കെ തരത്തിൽ, ഏതൊക്കെ റീജിയണൽ നോൺ സ്റ്റേറ്റ് മിലിറ്റന്റ് ആക്ടേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ, ഏതൊക്കെ ഇന്റർനാഷണൽ ആക്ടേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ, അവരെല്ലാം വീക്കായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇറാൻ ഇതിന് തിരിച്ചടി കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെ. റൈറ്റ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ 2003 ഒക്ടോബറിന് ശേഷം ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വംശഹത്യയുണ്ട്.
സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളെ കൊന്നുകൊണ്ട് ഇസ്രായേൽ സൈന്യം നടത്തുന്ന വലിയ ക്രൂരതയുണ്ട്. ഇപ്പോൾ UN തന്നെ നിരന്തരം മുറവിളി കൂട്ടുന്നു. അവിടെ പട്ടിണി മരണങ്ങൾ, കൂട്ടത്തോടെയുള്ള പട്ടിണി മരണങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ ഒരു പക്ഷേ അവിടെ പട്ടിണി മൂലം മരിച്ചേക്കാം എന്ന് പറയുമ്പോൾ പോലും ഈ ആക്രമണം നിർത്താനോ അവിടേക്ക് മനുഷ്യന് ജീവിച്ചു പോകാൻ പാകത്തുള്ള സാധനങ്ങൾ എത്തിക്കാനുള്ളൊരു സൗകര്യം ഏർപ്പെടുത്താനോ ഒന്നും ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. ഈ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വർഷങ്ങളായിട്ട്, ഒരുപക്ഷെ 2003 ഒക്ടോബർ മുതൽ ഇന്ന് വരെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന ഒരു രാഷ്ട്രത്തിന് യാതൊരു തരത്തിലുള്ള പ്രയാസവും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നുണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു ആക്രമണം നടത്തിയാലും ഞങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണ്, ഞങ്ങൾക്കൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാവും, ഈ ഒരു കോൺഫിഡൻസ് കൂടി ഉണ്ടാവില്ലേ ഇസ്രായേലിന്? ഇപ്പൊ നമ്മള് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും ഇന്റർനാഷണൽ ലോസോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻസോ ഇത്തരം വാക്കുകൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. നിങ്ങൾ ഇപ്പം വർഷങ്ങളായിട്ട് ഇസ്രായേലിന്റെ പോളിസിയും അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട UN സെക്യൂരിറ്റി കൗൺസിലിൽ പരാമർശിക്കപ്പെട്ട പ്രമേയങ്ങൾ, റെസൊല്യൂഷൻസ് നോക്കിയാൽ മതി. നൂറുകണക്കിന് റെസൊല്യൂഷൻസ് ഇസ്രായേലായിട്ട് ബന്ധപ്പെട്ട് മാത്രം വന്നിട്ടുണ്ട്. അതിൽ പല റെസൊല്യൂഷൻസും തമാശ എന്താ വെച്ചാൽ, ഒരു റെസൊല്യൂഷൻ ഇറക്കിയിട്ട് ആ റെസൊല്യൂഷൻ നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റെസൊല്യൂഷൻ ഇറക്കിയ ചരിത്രം വരെ UN ഉണ്ടായി. ഇപ്പം ഒരു എക്സാമ്പിൾ, റെസൊല്യൂഷൻ നമ്പർ 242 1967 വാറായിട്ട് ബന്ധപ്പെട്ട റെസൊല്യൂഷൻ വന്നായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞത് ഇസ്രായേൽ ഒക്കുപ്പൈ ചെയ്ത പ്രദേശത്ത് നിന്ന് ഇമ്മീഡിയറ്റ് അത് വിത്ഡ്രോ ചെയ്യണം, പിൻവലിയണം എന്നുള്ളൊരു പരാമർശമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ റെസൊല്യൂഷൻ കൃത്യമായിട്ട് നടപ്പിലാക്കാത്തത് കൊണ്ട് പിന്നെയും 1973 തോന്നിട്ട് അടുത്ത സംഘർഷം ഉണ്ടായ സമയത്ത് ഇതേ UN തന്നെ വേറൊരു നമ്പർ ഇട്ടിട്ട് റെസൊല്യൂഷൻ 338 എന്നാണ് എന്റെ ഓർമ്മ, നമ്പർ ഇട്ടിട്ട് പറയുന്നുണ്ട് ഇസ്രായേൽ ഹാസ് ടു ഇമ്മീഡിയറ്റ്ലി ഇംപ്ലിമെന്റ് ദ റെസൊല്യൂഷൻ 242. അപ്പം ഇത്തരത്തിൽ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് UN ഈ കാര്യത്തിൽ. നമുക്കറിയാം, ഗാസ ക്രൈസിസ് നടക്കുന്ന 2023 എപ്പിസോഡ് മുതലും അല്ലെങ്കിൽ അതിനു മുമ്പ് ക്വസ്റ്റ്യൻ ഓഫ് പലസ്തീൻ, UN തന്നെ ഒരു ഡോക്യുമെന്റ് ഉണ്ട്, ക്വസ്റ്റ്യൻ ഓഫ് പലസ്തീൻ എന്ന്, പലസ്തീൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ UN ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാസ്സാക്കിയ റെസൊല്യൂഷൻസ് അക്കം വിട്ട് പറയുന്നുണ്ട് ഓരോ കോണ്ടക്സ്റ്റിലും എത്തൊക്കെ റെസൊല്യൂഷൻ ഇറക്കി. ഈ റെസൊല്യൂഷൻ എല്ലാം ഇസ്രായേൽ പാലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ സംഘർഷം ഉണ്ടാവില്ല. പക്ഷെ അതൊരിക്കലും പാലിക്കുന്നില്ല. കാരണം അവര് റെസൊല്യൂഷനിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാതൽ എന്താ വെച്ചാൽ ഇസ്രായേലി ഒക്കുപ്പേഷൻ നിർത്തുക, ഇൻവേഷൻ നിർത്തുക, സെറ്റിൽമെന്റ് നിർത്തുക. ഇത് വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു പ്രതിഭാസമല്ലേ. ഇപ്പൊ നമ്മൾ ഈ കൂട്ടത്തിൽ കാണേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും പലസ്തീൻ ക്വസ്റ്റ്യൻ എന്നുള്ളപ്പം അത് ചുരുങ്ങി ഗാസ ഇസ്രായേൽ പ്രശ്നമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഗാസയിൽ മാത്രമല്ല ഈ പ്രശ്നം നടക്കുന്നത്, അല്ലെങ്കിൽ ഗാസയിൽ മാത്രമല്ല ആളുകൾ കൊല്ലപ്പെടുന്നത്. പാരലായിട്ട് വെസ്റ്റ് ബാങ്ക് ടെറിറ്ററിയിലും ഒരുപാട് ആളുകൾ, 1000-ഓളം ആളുകൾ ഈ 2023 ശേഷം മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടെ ഹമാസ് ഉണ്ടോ? അല്ലെങ്കിൽ ഇസ്രായേൽ പറഞ്ഞ എന്ത് സെക്യൂരിറ്റി ത്രെട്ടാണ്? അപ്പോ ഇസ്രായേലിന് ഒരു അജണ്ട ഉണ്ട്, മീൻസ് എക്സ്പാൻഷനിസ്റ്റ് പോളിസി ഉണ്ട്. ഞാൻ ഒരു വട്ടം പറഞ്ഞതാണ് ഏതൊരു ഇന്റർവ്യൂല്, നിങ്ങളിപ്പോ ലോകത്തിൽ സ്വന്തമായിട്ടൊരു ഭൂപടമില്ലാത്ത ഒരു രാഷ്ട്രമായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ. കാരണം അവരുടെ ടെറിറ്ററി ഓരോ വർഷവും ഓരോ ദിവസത്തിലും അല്ലെങ്കിൽ ഓരോ മണിക്കൂർ വെച്ച് അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം അവർ ഒക്കുപ്പേഷൻ നടത്തുന്നു, സെറ്റിൽമെന്റ് നടത്തുന്നു, അനക്സേഷൻ നടത്തുന്നു, അതിനനുസരിച്ച് ആ പ്രോസസ് നടക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ വൈഡൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം ഒരു പക്ഷേ സദേൺ ലെബനോനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ സദേൺ സിറിയയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അവർ ഒക്കുപ്പൈ ചെയ്യുന്ന ടെറിറ്ററികൾക്കനുസരിച്ച് നേരത്തെ തന്നെ സിറിയയുടെ ഗൊലാൻ ഹൈറ്റ്സ് 1967 6 ദിവസം യുദ്ധത്തിൽ അത് പിടിച്ചടക്കി, 81 അത് അനക്സേഷൻ നടക്കുന്നു. ഇങ്ങനെ ഓരോ സ്റ്റേജുകളിലായിട്ട് ഈ ഇൻവേഷനിൽ ഒക്കുപ്പേഷനും സെറ്റിൽമെന്റും അനക്സേഷൻ ഈ ഒരു പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം ഒരു മാനുഷികമായിട്ടുള്ള സമീപനം ഉണ്ടാകും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ ജസ്റ്റിഫിക്കേഷൻ എന്താ വെച്ചാൽ ഇസ്രായേൽ ഹാസ് ദ റൈറ്റ് ടു ഡിഫെൻഡ് ഇറ്റ്സ് ടെറിറ്ററി, അല്ലെങ്കിൽ അവരുടെ സിറ്റിസൺസിന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശവും അധികാരവും ഇസ്രായേലിനുണ്ട് എന്നാണ് പറയുന്നത്, സെൽഫ് ഡിഫെൻസിനുള്ളത്. പക്ഷെ ഒരിക്കലും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ UN അല്ലെങ്കിൽ ഈ പറഞ്ഞ അമേരിക്കയോ വെസ്റ്റേൺ കൺട്രീസ് ഒരിക്കലും ഈ റീജിയനിലുള്ള ബാക്കി ആളുകൾക്കോ അല്ലെങ്കിൽ പലസ്തീനികൾക്കായിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, ബാക്കി രാഷ്ട്രങ്ങൾക്കായിക്കോട്ടെ, അവർക്കുള്ള സെൽഫ് ഡിഫൻസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവർക്കുള്ള അതിനുള്ള അവകാശത്തെ പറ്റിയിട്ട് ആരും സംസാരിക്കുന്നില്ല. ഇനിയിപ്പോ ഇറാൻ തിരിച്ചൊരു ആക്രമണം നടത്തി സ്വാഭാവികമായിട്ടും അമേരിക്ക ഓപ്പൺലി പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ ഒരു ത്രെട്ട് എന്തായാലും അമേരിക്ക ഓപ്പൺലി ഇസ്രായേലിനൊപ്പം നിൽക്കും, രംഗത്തിറങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പം അതില് ഇതേ അമേരിക്ക തന്നെയാണ് പറഞ്ഞത് ഇസ്രായേലിന് അവരെ ടെറിട്ടറി പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശമില്ല. പക്ഷെ ഒരിക്കലും ഇറാൻ അതിനുള്ള അവകാശമുണ്ട് എന്ന് ഒരിക്കലും അമേരിക്കയോ അല്ലെങ്കിൽ സഖ്യരാഷ്ട്രങ്ങളോ ഈ പറഞ്ഞ UN ഒരിക്കലും പറയില്ല. അത് ഇറാനായിട്ട്. അപ്പൊ ഇസ്രായേലിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച
ഒരു രാഷ്ട്രമാണ്, അത് അല്ലെങ്കിൽ ലംഘിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ്. അപ്പൊ എത്ര റെസൊല്യൂഷൻ പറഞ്ഞ UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈ പറഞ്ഞ ഇസ്രായേലി ലീഡേഴ്സിനെതിരെയോ അല്ലെങ്കിൽ ഡിഫൻസ് ഫോഴ്സിനെതിരെയോ എന്ത് റെസൊല്യൂഷൻ നിയമങ്ങൾ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് വന്നിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലത്തെ മനുഷ്യാവകാശ സംഘടനകൾ ഏതാണ്ട് എല്ലാ വർഷവും അവർ പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടിൽ ഒരു ഭാഗം കൃത്യമായിട്ട് ഫ്ലൈറ്റ് ഓഫ് പലസ്റ്റീൻസ് അല്ലെങ്കിൽ പലസ്റ്റീനുകളുടെ ദുരിതത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രം ഇത്രയും വർഷങ്ങളായിട്ട് 948 അതിന്റെ ഫോർമേഷൻ മുതൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്രയും ക്രൂരതകൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ UN പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് ഏജൻസീസ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അതിനൊന്നും ഒരു റിസൾട്ട് ഇല്ല. ഇത്രയും കാലമായിട്ട് ഇസ്രായേലിനെ ഈ ചെയ്തികളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ആക്ടേഴ്സിനൊന്നും പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ അതൊക്കെ ഈ ഒരു സിസ്റ്റം ആ തരത്തിൽ നോക്കുമ്പോൾ UN അടക്കമുള്ള സിസ്റ്റം ഒരു ബിഗ് ഫെയിലിയർ ആണ് നമുക്ക് കാണേണ്ടി വരും. അപ്പം ഈ ഒരു റീജിയണിൽ ഈ ഒരു അറബ് ഇസ്രായേലി കോൺഫ്ലിക്റ്റിന്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ ഇല്ലാതെ ഒരിക്കലും ഈ റീജിയൻ സ്റ്റേബിൾ ആവും അല്ലെങ്കിൽ സേഫ് ആവും സെക്യൂർ ആവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഈവൻ ഇസ്രായേലിന്റെ സേഫ്റ്റി പോലും ഈ പറഞ്ഞ റീജിയന്റെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് നിൽക്കുന്നു. ഇപ്പൊ നമ്മൾ 948 മുതൽ ഇസ്രായേൽ ഈ റീജിയനിലെ ഓരോ രാഷ്ട്രങ്ങളുമായിട്ട് യുദ്ധം നടക്കുന്നുണ്ട്. 48 അറബ് ഇസ്രായേലി കോൺഫ്ലിക്ട് നടക്കുന്നുണ്ട്, 56 നടക്കുന്നുണ്ട് സൂയസ് ക്രൈസിസ്, 67 സിക്സ് ഡേ വാർ നടക്കുന്നുണ്ട്, 73 യോം കിപ്പൂർ ഒക്ടോബർ വാർ നടക്കുന്നുണ്ട്, 82 മുതൽ നമുക്ക് കാണാൻ പറ്റും ലെബനോൻ ഇൻവേഷൻ നടക്കുന്നുണ്ട്, സിറിയൻ ആഭ്യന്തര കലാപം നടക്കുന്നുണ്ട്, ഹിസ്ബുള്ളയുമായിട്ട് നിരന്തരം സംഘർഷം നടക്കുന്നുണ്ട്, ഹമാസുമായിട്ട് നിരന്തര സംഘർഷം നടക്കുന്നുണ്ട്. ഓരോ ഓപ്പറേഷൻ ഓരോ പേര് അവർ കൊടുക്കുന്നുണ്ട്, തിരിച്ചടിക്കുന്നു, ഒരുപാട് പലസ്തീൻ ആളുകളെ ജയിലിലാക്കുന്നു, അല്ലെങ്കിൽ ഇടക്കിടക്ക് ഹമാസ് അങ്ങോട്ട് മിസൈൽ അയക്കുന്നു, തിരിച്ചിങ്ങോട്ട് അറ്റാക്ക് നടക്കുന്നു, ഇപ്പൊ ഹൂത്തികളുടെ രംഗപ്രവേശം നടക്കുന്നു. ഇതൊക്കെ വർഷങ്ങളായിട്ട് നടന്നിട്ടും ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇപ്പോഴും ഇൻസെക്യൂർ ആയിട്ട് ഈ റീജിയനിൽ നിൽക്കുന്നത്? അവരെ ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ അവർക്കൊരു സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ട്, അവരെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ അയൽ രാഷ്ട്രങ്ങളെയും റീജിയണൽ ആക്ടേഴ്സിനെയും മിലിറ്റന്റ് ഓർഗനൈസേഷൻസിനെയും അല്ലെങ്കിൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് വർഷങ്ങളായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ട് ഇവരെ ത്രെട്ട് കൂടുക എന്നല്ലാതെ ഇന്നേ വരെ കുറഞ്ഞിട്ടുണ്ടോ? നമ്മളതും കൂടുതൽ ഇതിന്റെ കൂടെ ചിന്തിക്കണ്ടേ. നേരത്തെ ജോർദാനും സിറിയയും അല്ലെങ്കിൽ ഈജിപ്ത് മാത്രമായിരുന്നു അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ അതിനുശേഷം എത്ര പുതിയ മിലിറ്റന്റ് ആക്ടേഴ്സ് എത്ര എണ്ണം വന്ന് യമനിലെയും സിറിയയിലെയും ഇറാഖിലെയും ലെബനോനിലെയും ഈ പറഞ്ഞ നൈബറിംഗ് കൺട്രീസിൽ നിന്നൊക്കെ പുതിയ പുതിയ മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് ഓരോ വർഷവും ഓരോരോ അറ്റാക്ക് നടക്കുന്നതിനനുസരിച്ച് എമേർജ് ചെയ്ത് വരികയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ അവരെ സെക്യൂരിറ്റിയുടെ പേര് പറഞ്ഞ് ഓരോ അറ്റാക്ക് നടക്കുമ്പോഴും ഓരോ ഇൻവേഷൻ നടക്കുമ്പോഴും തത്വത്തിൽ അത് അവസാനിക്കുന്നത് എങ്ങനെ വെച്ചാൽ പുതിയ ത്രെട്ടുകൾ ഉണ്ടാവുന്നതിലാണ് അത് അവസാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അറ്റാക്ക് ഈവൻ ഇസ്രായേലിന്റെ തന്നെ ഒരു എക്സിസ്റ്റൻസിനോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിക്കോ അത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ചരിത്രം അതാണ് 948 മുതൽ കാണിക്കുന്നത്. ഈ പറഞ്ഞ അറ്റാക്കുകൾ കൊണ്ടൊന്നും ഇസ്രായേലിന്റെ സെക്യൂരിറ്റി അവർക്ക് എൻഷുർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇന്നും ഈ നൈബറിംഗ് കൺട്രീസുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്നത്, പുതിയ സംഘർഷ ഭൂമി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും പുതിയ റീജിയണൽ മിലിറ്റന്റ് ആക്ടേഴ്സ് രംഗപ്രവേശം ചെയ്യുന്നതും ത്രെട്ട് കൂടുന്നതും അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഇതിൽ ഞാൻ പറഞ്ഞു വരുന്ന ഒരു റോൾ ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളത് ഈ പറഞ്ഞ അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ പിന്തുണക്കനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ ഇസ്രായേലിന് കൊടുക്കുന്ന സപ്പോർട്ട് ഇൻ ദ വേ ഓഫ് വീറ്റോ പവർ. ഈവൻ 2 ദിവസം മുമ്പ് വരെ കഴിഞ്ഞ ആഴ്ചയിൽ തോന്നുന്നു UN സെക്യൂരിറ്റി കൗൺസിലിൽ റെസൊല്യൂഷൻ വന്നായിരുന്നു. ഈ പറഞ്ഞ എനിക്ക് 5ാമത്തെ തവണ എങ്ങനെ തോന്നുന്നു ഈ ഒക്ടോബർ 2023 ശേഷം ഇസ്രായേലി പലസ്തീൻ സംഘർഷം തുടങ്ങിയതിനു ശേഷം ഗാസയുടെ ഒരു സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമേയം വന്നത്, അതും അമേരിക്ക വീറ്റോ ചെയ്തു. ഇതേ അമേരിക്ക തന്നെയാണ് പറയുന്നത് അവിടെ സമാധാനം ഉണ്ടാവണമെന്ന് പറയുന്നു, 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വേണമെന്ന് പല സന്ദർഭത്തിൽ പറയുന്നു. ഇതേ അമേരിക്ക തന്നെ അതിന് എതിർ നിൽക്കുന്ന വീറ്റോ ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴൊക്കെ UN സെക്യൂരിറ്റി കൗൺസിലിൽ പലസ്തീൻ അനുകൂലമായിട്ട് ഇസ്രായേലിനെതിരായിട്ട് റെസൊല്യൂഷൻ പ്രമേയം വരുന്നു, അപ്പോഴൊക്കെ അമേരിക്ക എതിർത്തിട്ടുണ്ട്. അപ്പോ ഈ റീജിയന്റെ ഒരു സ്റ്റെബിലിറ്റി ഒന്ന് ഇസ്രായേൽ വിചാരിക്കണം, അതിലേറെ അമേരിക്ക വിചാരിക്കണം, പിന്നെ സ്വാഭാവികമായിട്ടും റീജിയണൽ ആക്ടേഴ്സ് എല്ലാവരും, ഇറാൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ എല്ലാവരും വിചാരിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവിടെ എങ്കിൽ മാത്രമേ എല്ലാ രാഷ്ട്രങ്ങൾക്കും എല്ലാ ആക്ടേഴ്സിനും ഒരു സെക്യൂരിറ്റിയും സർവൈവലും അല്ലെങ്കിൽ എക്സിസ്റ്റൻസിനൊക്കെ അത് ബാധിക്കും. അല്ലെങ്കിൽ കാരണം ഇസ്രായേലിന്റെ മാത്രം സെക്യൂരിറ്റി അല്ല, ഇറാന്റെ മാത്രം സെക്യൂരിറ്റി അല്ല, അവിടെ എല്ലാ ആളുകളെയും ഈ പറഞ്ഞ സംഘർഷം നീളുന്നതിനനുസരിച്ച് അവരെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും, അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തെ ബാധിക്കും. അത് മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹത്തിനെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ക്രൈസിസ് ആയിട്ട് ഇത് മാറാൻ നല്ല സാധ്യതയുണ്ട്. റൈറ്റ്. ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ബാധിച്ച് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വിമാനയാത്ര
കളൊക്കെ ഇപ്പോൾ ഇറാൻ്റെ എയർ സ്പേസ് ഇറാൻ അടച്ചു കഴിഞ്ഞു, ജോർദാൻ്റെ എയർ സ്പേസ് ജോർദാൻ നിയന്ത്രിക്കുന്നു. സ്വാഭാവികമായിട്ടും വിമാനയാത്രകളെ അത് ബാധിക്കുന്നു. പിന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില ഇന്ന് തന്നെ ഏതാണ്ട് $9 കൂടിയിട്ടുണ്ട്. അതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി ഒഴികെ സാധാരണക്കാരായ മനുഷ്യരായിരിക്കും, ലോകത്തെമ്പാടുമുള്ള മനുഷ്യരായിരിക്കും, നമ്മളടക്കമുള്ള ആളുകളായിരിക്കും. അങ്ങനെ പരോക്ഷമായി അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ ഇത് പ്രത്യക്ഷമായി ബാധിക്കാനുള്ളൊരു സാധ്യത, ഇപ്പോൾ ഇറാൻ പറയുന്നത് പോലെ ഇറാൻ ഒരുപക്ഷെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തേക്കാം. അതുപോലെ ഇസ്രായേലിനെ നിരന്തരം പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാം അറിയുന്നുണ്ട് എന്ന് ലോക സമൂഹത്തിന് മുഴുവൻ അറിയാവുന്ന അമേരിക്കയുടെ ബേസ്, അത് നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഒരു ലക്ഷ്യം അമേരിക്കയുടെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള താവളങ്ങളായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടേക്കൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ഈ അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയേക്കാം, ആ ഒരു സാഹചര്യം ഉണ്ടാക്കാം. അതുപോലെ അത് നമ്മളടക്കമുള്ള ആളുകളെ അസ്ഥിരപ്പെടുത്താനുള്ളൊരു സാധ്യതയില്ലേ? കാരണം ഈ മേഖലയിലൊക്കെ ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ രാജ്യത്തു നിന്നൊക്കെ പോയി, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയി ജീവിക്കുന്നുണ്ട്. അപ്പം നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു സംഘർഷമായിട്ടത് മാറില്ലേ? ഒരു സംശയമില്ല രാജീവ് സാർ. എന്താന്ന് വെച്ചാല് ഈ ഒരു റീജിയന്റെ ഒരു പ്രത്യേകത നമ്മൾ കാണണം. ഒന്നെന്താ വെച്ചാല് ലോകത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട നാച്ചുറൽ റിസോഴ്സ്, അതിൽ തന്നെ പെട്രോളും ഗ്യാസും ഉള്ള റീജിയൻ ആണ്. ഇപ്പൊ നമ്മള് ഇപ്പം ഒപെക്കിന്റെ ഒക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എടുത്ത് നോക്കാൻ നമുക്ക് കാണാൻ പറ്റും. 2/3 ഓഫ് ദ പ്രൂവൺ വേൾഡ് ഓയിൽ റിസർവ്സ് ഈ റീജിയനിലാണ്. അതിൽ തന്നെ മെയിൻ ആയിട്ട് ഗൾഫ് റീജിയൻ അടക്കമുള്ള, അത് അറേബ്യൻ ഗൾഫിലും പേർഷ്യൻ ഗൾഫിലായിട്ട് വരുന്ന ആ റീജിയൻ, അപ്പം ഇറാൻ, ഇറാഖ്, ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം കൂടി വരുന്ന ആ റീജിയൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇത് പെട്രോളും അതേപോലെ നാച്ചുറൽ ഗ്യാസും, പ്രധാനപ്പെട്ട നാച്ചുറൽ ഗ്യാസിന്റെ 2-3 റാങ്കുകളിൽ വരുന്ന പ്രൊഡ്യൂസേഴ്സ് ആണ് ഖത്തറും ഇറാനും. ഇറാന് നാച്ചുറൽ ഗ്യാസും ഉണ്ട്, ഓയിലുണ്ട്, എല്ലാം ഉള്ള ഒരു രാഷ്ട്രമാണ്. അതിലേറെ ഇമ്പോർട്ടന്റ് എനിക്ക് തോന്നുന്നു ഈ റിസോഴ്സ് ഉണ്ട് എന്ന് മാത്രമല്ല, ഒരുപാട് സ്ട്രാറ്റജിക് വാട്ടർ ബോഡീസിന്റെയും കൂടി ലൊക്കേഷനാണ് ഈ റീജിയൻ. ഇപ്പം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സൂയസ് കനാൽ, അല്ലെങ്കിൽ ബാബൽ മന്ദബ്, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കപ്പൽ ചാലുകൾ, കപ്പൽ റൂട്ടുകൾ വരുന്ന ഒരു ഏരിയ ആണിത്. അപ്പൊ അതിൽ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കറിയാം ഇറാൻ എപ്പോഴൊക്കെ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഫീൽ വന്ന സമയത്തൊക്കെ ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെ ബാധിക്കും, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന അവർ പല സന്ദർഭങ്ങളിൽ അത് പറഞ്ഞത് ഓപ്പൺലി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്തിലെ 20% ഓയിൽ പാസ് ചെയ്യുന്നതും ആ ഒരു റൂട്ടിലൂടെയാണ്. അതായത് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മുഴുവൻ അവരുടെ ഓയിൽ ആ ഒരു ഒമാന്റെയും, ഒമാൻ, UAE, ഇറാൻ, ഇതിന്റെയൊക്കെ മിഡിലായിട്ട് വരുന്ന ഒരു സ്ട്രാറ്റജിക് ഒരു ചോക്ക് പോയിന്റ് ആണ്. അതുവഴിയാണ് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുവഴിയെ മാത്രമേ പാസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ ഇറാൻ ഈ ത്രെട്ട് വരുന്നുണ്ട്, അപ്പോഴൊക്കെ അവർ ആ ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഓയിലിനെ അഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള അറ്റാക്കുകളോ അല്ലെങ്കിൽ ത്രെട്ടൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ തന്നെ നമ്മൾ കാണുന്നതാണ് ഈ ബാബൽ മന്ദബ് സ്ട്രൈറ്റ്. അത് ആക്ച്വലി ഹോൺ ഓഫ് ആഫ്രിക്കയിലും അറേബ്യൻ പെനിൻസുലയ്ക്ക് ഇടയിൽ വരുന്ന ഒരു ഇതാണ്. ആക്ച്വലി സൂയസ് കനാലിലേക്കുള്ള ഒരു കണക്ഷൻ പോയിന്റ് ആണ്. ലോകത്തിൽ തന്നെ ഒരു 10%-ലധികം ഷിപ്മെന്റ് ഒരു പ്രധാനപ്പെട്ട മാരിടൈം ട്രേഡ് റൂട്ട് നടക്കുന്ന ഒരു ഏരിയ ആണ്. അതിന്റെ പ്രത്യേകത യമൻ, അതേപോലെ എരിത്രിയ, ഈ ഭാഗമൊക്കെ വരുന്ന ഒരു റീജിയൻ ആണ്. സൊമാലിയ ഒക്കെ വരുന്നത് അതിന്റെ ഇടയിലായിട്ട് വരുന്ന ലൊക്കേഷൻ. അപ്പൊ അവിടെ നമുക്ക് ഹൂത്തികളുണ്ട്, അല്ലെങ്കിൽ പൈറേറ്റ്സ് വരുന്ന റൂട്ടാണ്. ഇങ്ങനെ പലതരത്തില് ഇറാനിയൻ ഇൻഫ്ലുവൻസ് ഉള്ള 2 പ്രധാനപ്പെട്ട വാട്ടർ ബോഡീസ് ആണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസും അതേപോലെ ഈ ബാബൽ മന്ദബ് സ്ട്രൈറ്റും. ഒന്ന് യമന്റെ അടുത്തായിട്ട് നിന്നുണ്ടെങ്കിൽ മറ്റത് ഇറാന്റെ തൊട്ടടുത്ത് വരുന്നതാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. അപ്പം ഈ റീജിയനിൽ ഏതൊക്കെ തരത്തിലാണ് ഇറാൻ അറ്റാക്ക് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഇവരുടെ സ്ട്രാറ്റജി എങ്ങനെ പറയാൻ പറ്റും? ഒന്നിപ്പം ഇസ്രായേലുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു വാറിലേക്ക് പോകാനുള്ള എത്രത്തോളം സ്ട്രെങ്ത് ഇറാൻ ഉണ്ട് എന്ന് ഒരു സംശയമാണ്. അല്ലെങ്കിൽ US-ഉമായിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ട് യുദ്ധത്തിലേക്ക് കടക്കാനുള്ള അത്രയും ആയുധശേഷിയും അല്ലെങ്കിൽ ആയുധശേഷിയിലെ ടെക്നോളജി ഒരിക്കലും അഡ്വാൻസ് അല്ല എന്നുള്ള 100% ഉറപ്പാണ്. കാരണം വർഷങ്ങളായിട്ട് ഉപരോധം അനുഭവിക്കുന്ന രാഷ്ട്രമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അവരുടെ ടെക്നോളജി ഒരിക്കലും അഡ്വാൻസ്ഡ് അല്ല. അവരുടെ ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ഫൈറ്റർ ജെറ്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം അവർ അത്ര അഡ്വാൻസ്ഡ് അല്ല. അവർ കുറച്ചെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഡ്രോൺ ടെക്നോളജിയിലാണ്. പക്ഷെ നമുക്ക് കാണാൻ പറ്റും, എങ്ങനെ നോക്കിയാൽ ഇസ്രായേലുമായിട്ട് ടെക്നോളജിയിൽ കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും വീക്കർ പൊസിഷനിലാണ് ഇറാൻ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ടോ US-ഉമായിട്ടോ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഒരിക്കലും ഈ കോണ്ടെക്സ്റ്റിൽ ഇറാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഇറാനെ കൊണ്ട് പറ്റൂല. അത് മാത്രമല്ല, അമേരിക്കയെ ഡയറക്റ്റ് ആയിട്ട് വാറിലേക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വലിച്ചെടുക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മഹത്യാപരമായിരിക്കും. കാരണം
ഇസ്രായേലിനെ തന്നെ മാത്രം എത്ര ദിവസത്തേക്ക് എത്ര മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എതിർക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരു സ്ട്രെങ്ത് ഇറാനുണ്ട് എന്നുള്ള ചോദ്യചിഹ്നം നിൽക്കുന്ന സമയത്ത് അമേരിക്കയും കൂടി ഡയറക്റ്റ് ആയിട്ട് വാറിലേക്ക് ഇതാക്കാൻ എത്രത്തോളം ഇറാൻ മുതിരും എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. അതേസമയം നമ്മൾ കാണേണ്ടതാണ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന്റെ ഒരു സെക്യൂരിറ്റിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അമേരിക്കൻ, എനിക്ക് തോന്നുന്നു 5th ഫ്ലീറ്റിൽ വരുന്ന അമേരിക്കൻ നാവൽ ടീമാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. മാരിടൈം അതിൽ ആ ഒരു ബഹ്റൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ നാവൽ ഇതാണ്. അപ്പം ഓരോ ചെറിയ ഗൾഫ് രാഷ്ട്രങ്ങളും അമേരിക്കയുടെ മിലിറ്ററി ബേസ് അല്ലെങ്കിൽ നാവൽ ബേസ് അവിടെ ഉണ്ട്. ഈ റീജിയന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ വാട്ടർ ബോഡീസിന്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും മാരിടൈം ട്രേഡ് റൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ടും അതേപോലെ അമേരിക്കയുടെ സഖ്യ രാഷ്ട്രങ്ങളായിട്ടുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഒരു വാർ ഏതൊക്കെ തരത്തിൽ എസ്കലേറ്റ് ചെയ്യും, ഇനി ഇറാൻ ഇസ്രായേലിനെയോ അമേരിക്കയോ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ ധൈര്യമില്ലെങ്കിൽ ഈ പറഞ്ഞ അമേരിക്കൻ ബേസുകളുള്ള ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരും ഈ യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കി കിടക്കുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ മാരിടൈം ട്രേഡ് റൂട്ടുകളും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാബിൽ മന്ദബ് പോലത്തെ സ്ട്രാറ്റജിക് ചോക്ക് പോയിന്റ്സുകളെ ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഒരുപാട് രാഷ്ട്രങ്ങൾ ബാധിക്കും. പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള ലോകത്തിൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ അത് നിർബന്ധമായിട്ടും അത് ബാധിക്കും, ഒരു സംശയമില്ല. കാരണം നമുക്കറിയാം നമ്മളെ ഓയിൽ ഇമ്പോർട്ടിന്റെ 75% നമ്മളെ എനർജി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഈ പെട്രോളിയം പ്രോഡക്ട്സ് എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അത് മെയിൻലി ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രധാനപ്പെട്ട റിസോഴ്സ് ആണ് നമ്മുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഓയിലിനെ അഫക്ട് ചെയ്താൽ അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടും. സ്വാഭാവികമായിട്ടും പെട്രോളിയം പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളെ അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസിനും യൂറോപ്പിനൊക്കെ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ബാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളെ ബാധിക്കാൻ സാധ്യതയിൽ ഇപ്പൊ നേരത്തെ രാജീവ് സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരുപാട് ഫ്ലൈറ്റുകൾ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇറാന്റെയും അതേപോലെ ഇസ്രായേലിന്റെയും എയർ ബേസുകളെല്ലാം ഇപ്പം എയർ ട്രാഫിക് വരുന്നതനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും എല്ലാം എംറ്റി ആയിട്ട് കിടക്കുന്ന ഒരു സ്പേസുകളാണ്. അവിടെ ഒന്നും ഒറ്റ ഫ്ലൈറ്റ് പോലും ഇല്ല. കാരണം നമുക്കറിയാം ഏത് സമയത്തും ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു ഡയറക്റ്റ് മിസൈൽ ഒരു അറ്റാക്കും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ആ റൂട്ടുകളെല്ലാം ഡൈവേർട്ട്, ഈവൻ ഇറാഖും ജോർദാൻ അടക്കം ഡൈവേർട്ട് ചെയ്തിരുന്ന പല ഫ്ലൈറ്റുകളും പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ റൂട്ടുകളൊക്കെ സ്വാഭാവികമായിട്ടും ഇന്റർനാഷണൽ എയർ ട്രാഫിക്കിനെ ബാധിക്കുന്നു, ഫ്ലൈറ്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആളുകളുടെ അത് പാസഞ്ചേഴ്സിനെ ബാധിക്കുന്നു. അല്ലെങ്കിൽ അത് കൂടാതെ നമുക്കറിയാം ഒരുപാട് ഇന്ത്യൻ ഡയസ്പൊറ മലയാളി മൈഗ്രൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ. അപ്പൊ അവരെ യാത്രയെ ബാധിക്കുന്നു, അവർ സെക്യൂരിറ്റിയെ ബാധിക്കുന്നു. ഏതെങ്കിലും ഒരു കോണ്ടക്സ്റ്റിൽ ഇറാൻ ഈ പറഞ്ഞ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് ഈ രാഷ്ട്രങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കും ഒരു പക്ഷെ അമേരിക്ക തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് രാഷ്ട്രം നമുക്കറിയാം ഇറാൻ ഇതിനു മുമ്പ് ഇറാഖ് കുവൈറ്റ് യുദ്ധം ഉണ്ടായ സമയത്ത് ഒരുപാട് 1-2 ലക്ഷം മലയാളികൾ അവിടുന്ന് ഇവാക്വേഷൻ നടത്തേണ്ടി വന്നിട്ടുണ്ട്, മാസ് ഇവാക്വേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പം എന്തും ഏത് സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കും. കാരണം ഇറാൻ ആദ്യമായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും ഇസ്രായേലുമായിട്ട് ഡയറക്റ്റ് വാറിന്റെ ഒരു വക്കോളം എത്തിയ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊക്കെ നൈബറിംഗ് ഗൾഫ് കൺട്രീസ് ഇതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വലിച്ചെടുക്കപ്പെടുന്നു അതിനനുസരിച്ചായിരിക്കും ഈ പറഞ്ഞ മലയാളികൾ അടക്കമുള്ള ആളുകളുടെ ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ സേഫ്റ്റിയോ അല്ലെങ്കിൽ നമ്മളെ ഈ കേരളത്തിന്റെ അടക്കം സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സംഘർഷമായിട്ട് പക്ഷേ ഇത് ബാധിക്കാൻ നമ്മൾ ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഓയിൽ ഇമ്പോർട്ടിന്റെ പ്രശ്നം വരുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മലയാളികൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു റീജിയൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരള എക്കോണമിയെ തന്നെ ചിലപ്പോൾ അത് ബാധിക്കാം. ഫ്യൂച്ചറിൽ ഈ വാർ എത്രത്തോളം തുടരുന്നോ നീണ്ടുപോകുന്നോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റൻസിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഈ പറഞ്ഞതിന്റെ റിസൾട്ട് ലോക്കൽ ലെവലിലാണെങ്കിലും നാഷണൽ ലെവലിലാണെങ്കിലും ഇന്റർനാഷണൽ ലെവലിലാണെങ്കിലും അതിന്റെ ഒരു റിസൾട്ട് ആ രീതിയിലായിരിക്കും. ഞാൻ അവസാനം ഒറ്റ കാര്യം ചോദിച്ചിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഹിസ്ബുള്ള ഏതാണ്ട് അവരുടെ പ്രവർത്തനത്തെ മുഴുവൻ ദുർബലപ്പെടുത്തുന്ന വിധത്തിൽ അത് നേതൃനിരയെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. ഹൂതികൾ അവരുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന വിധത്തിൽ സൈനികമായി ഇടപെടാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും സാധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ ആക്ടേഴ്സൊക്കെ അവിടെ ഉണ്ട്. ഹിസ്ബുള്ള അവിടെയുണ്ട്, ഹൂതികൾ അവിടെയുണ്ട്, ഇറാനെ അനുകൂലിക്കുന്ന ഷിയ മിലിഷ്യ ഗ്രൂപ്പുകളുണ്ട്. ഇവരെയൊക്കെ സംബന്ധിച്ചും ഇറാനെ സംബന്ധിച്ചും ഇപ്പോൾ ഒരു അവസരം തിരിച്ചടിച്ചില്ലെങ്കിൽ പ്രതിരോധിച്ചില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പും അവരുടെ ഒരു പ്രസക്തിയും അവരുടെ ഒരു കോസും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഏത് നിലയ്ക്കും തിരിച്ചടിക്കാൻ ഈ ഗ്രൂപ്പുകൾ തയ്യാറാകും എന്നുള്ളൊരു ആ ഒരു പ്രശ്നമില്ല അവിടെ.
ഇപ്പം ഈ രാജീവ് സാറ് പറഞ്ഞ പോലെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുകൂലം എന്നല്ല പറയുന്നത്, മറിച്ച് അത് തിരിച്ചടിക്കേണ്ട ഒരു സമയമാണ് ആക്ച്വലി. കാര്യം പ്രധാനപ്പെട്ട ഈ പറഞ്ഞ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന, അത് ആയുധം കൊണ്ടും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും സഹായം ചെയ്യുന്ന ഒരു രാഷ്ട്രം, ആ രാഷ്ട്രം ഒരു അറ്റാക്ക് നേരിടുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ പറഞ്ഞ എന്താണ് പിന്നെ ആക്ടേഴ്സിനൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ഒരു സാഹചര്യം കൂടി നമ്മൾ ചിന്തിച്ചു നോക്കണം. 2023 വാർ തുടങ്ങുന്നതിന് മുമ്പത്തെ ഹിസ്ബുള്ള അല്ല ഇപ്പോഴത്തെ ഹിസ്ബുള്ള, അന്നത്തെ ഹമാസ് അല്ല ഇപ്പോഴത്തെ ഹമാസ്, അന്നത്തെ ഹൂത്തികളല്ല ഇപ്പോഴത്തെ ഹൂത്തികൾ. ഇറാന്റെ സ്ഥിതിയും ഏതാണ് തന്നെ. ഇപ്പൊ ഇറാന്റെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ മിലിറ്ററി സ്ട്രോങ് ഹോൾഡ്സും ബേസുകളും കമാൻഡേഴ്സിനും എല്ലാം വധിക്കപ്പെട്ട ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം ഏതാണ്ട് ഞാൻ മനസ്സിലാക്കി ഇറാനും ഇറാന്റെ ഈ പറഞ്ഞ ഫ്രഞ്ച് മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് എല്ലാം ഒരു ബാക്ക് ഫൂട്ടിൽ നിൽക്കുന്ന ഒരു മൊമെന്റ് ആണത്. അവർ തിരിച്ചടിക്കൂല എന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടിക്കാനുള്ള അവകാശം അവർക്കുണ്ട്, അത് അവർ ചെയ്യും. പക്ഷെ അത് എത്രത്തോളം, അല്ലെങ്കിൽ എന്ന്, ഏത് രീതിയിൽ, എവിടെ ആയിരിക്കും എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഒന്ന് വെച്ചാൽ അവരെത്രയും ഞാൻ മനസ്സിലാക്കുന്ന ഒരു വീക്കർ ഒരു പൊസിഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞു ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവരെ കമാൻഡർ ആയിട്ടുള്ള ഹസൻ നസറുള്ള ഈ 2 വർഷത്തിനിടയ്ക്ക് കൊല്ലപ്പെട്ടു, കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടു. ഇസ്മായിൽ ഹനിയ ഇറാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ടെഹ്റാനിൽ വെച്ചിട്ടാണ് കൊല്ലപ്പെടുന്നത്. ഹമാസിന്റെ ലീഡർ ആയിട്ടുള്ള ഹൂത്തികളെ കമാൻഡർ വധിച്ചിട്ടില്ലെങ്കിൽ കൂടി ഹൂത്തികളുടെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇസ്രായേലും അമേരിക്കയും സഖ്യകക്ഷികളും പല സന്ദർഭങ്ങളിലായിട്ട് ബോംബാർഡ്മെന്റ്സ് നടത്തിയിട്ട് അത് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇറാനെ ആക്രമിച്ച ഒരു കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറാനോ അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങൾക്കോ ഇസ്രായേലിനെതിരെ അത്തരത്തിലൊരു പ്രഹരം, ഒരു തിരിച്ചടി കൊടുക്കാൻ പറ്റാത്തൊരു കോണ്ടെക്സ്റ്റിലാണ് ആക്ച്വലി ഇറാൻ ആക്രമിക്കപ്പെട്ടത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ ഈ പറഞ്ഞ 3 രാഷ്ട്രങ്ങൾ ലെബനോനിലും അല്ലെങ്കിൽ പലസ്തീനിലോ യമനിലോ മാത്രമല്ല, സിറിയയിലുണ്ട്. ഇപ്പോഴും അവർ നേരത്തെ പോലെ അത്രയും പവർഫുൾ അല്ലെങ്കിൽ കൂടി ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ്സ് അവിടെ ഉണ്ട്. ഇറാഖിൽ ഒരുപാടുണ്ട്. ഇറാഖ് ഒരു ഷിയ മെജോറിറ്റി രാഷ്ട്രമാണ്, അത് നമ്മൾ കൂടെ കാണണം. അതേപോലെ തന്നെ ഈവൻ ആഫ്രിക്കൻ ഈ ഹോൺ ഓഫ് ആഫ്രിക്കയിലെ പല രാഷ്ട്രങ്ങളും ഇറാനുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പം ഈ തരത്തിൽ ഞാൻ മനസ്സിലായി ഇറാന്റെ ഈ ഒരു ഫ്രിഞ്ച് ഓർഗനൈസേഷൻസിന്റെ എണ്ണം ഓരോ വർഷവും പല രീതിയിൽ അത് ഡൈവേർട്ട് ചെയ്ത് പല രീതിയിൽ എണ്ണം കൂടുന്നുണ്ട്. അതിനനുസരിച്ച് പാരലായിട്ട് ഇസ്രായേൽ ഓരോന്നിനായിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇവരെല്ലാം കൂടി കളക്റ്റീവായിട്ട് അറ്റാക്ക് ചെയ്താലും എനിക്ക് തോന്നുന്നില്ല ഇസ്രായേൽ US ആ ഒരു അച്ചുതണ്ടിനെ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിനെ തകർക്കാൻ മാത്രമുള്ള പവർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അമേരിക്കക്ക് ഈ ഒരു റീജിയണിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ മാത്രമല്ല, ആ ഒരു റീജിയണിൽ മൊത്തത്തിൽ ഒരുപാട് ബേസുകൾ ഉണ്ട്. ഒന്നുകിൽ മിലിറ്ററി ബേസ് ഉണ്ട്, അല്ലെങ്കിൽ എയർ ബേസ് ഉണ്ട്, അല്ലെങ്കിൽ നാവൽ ബേസുകൾ ഉണ്ട്. ആ പറഞ്ഞ റീജിയണിലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വാട്ടർ ബോഡീസിലെല്ലാം അമേരിക്കൻ ബേസുകൾ ഉണ്ട്. ഇസ്രായേലിന് നമുക്കറിയാം, ഇസ്രായേൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് ഏജൻസി ഉണ്ട്. അതേപോലെ ഡിഫൻസ്. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് വാർ നടന്നിട്ടും നമ്മൾ അതുകൂടി ചിന്തിക്കണം. ഹമാസുമായിട്ട് 2 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം നടക്കുന്നു. പാരലായിട്ട് ഹൂത്തികളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, ഹിസ്ബുള്ളയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് ഇസ്രായേൽ ഇറാനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു വാറിലേക്ക് അതിന് ധൈര്യം കാണിച്ചു എന്നുള്ളതും കൂടി നമ്മൾ കൂടെ ചിന്തിക്കണം. അപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം റീജിയണലി ഒരു രാഷ്ട്രങ്ങളും അറബ് രാഷ്ട്രങ്ങളോ മുസ്ലിം രാഷ്ട്രങ്ങളോ ഓപ്പൺലി സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല. കാരണം അവർ എങ്ങനെയാലും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അമേരിക്കൻ ക്യാമ്പിലാണ്, അത് സംശയമൊന്നുമില്ല. അതേസമയം ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള 2 സ്ട്രോങ് പവേഴ്സ് റഷ്യയും ചൈനയുമാണ്. ചൈന ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യില്ല എന്നുള്ളത് ഒരു തർക്കവുമില്ല. റഷ്യയാണ് പിന്നെ സാധ്യത. റഷ്യ ഞാൻ പറഞ്ഞു, റഷ്യയുടെ സാഹചര്യം, റഷ്യ അവിടെ ഒരു ട്രാപ്പിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണ് 1-2 ആഴ്ചക്കുള്ളിൽ അത്രയും ഭീമമായ ഒരു അറ്റാക്ക് നേരിട്ടത് ഉക്രൈന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ അതിന് തിരിച്ചടി കൊടുക്കുന്ന ഒരു തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാൻ ഈ പറഞ്ഞ സഖ്യരാഷ്ട്രങ്ങളും അതേപോലെ തന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന മിലിറ്റന്റ് ഓർഗനൈസേഷൻസും എത്രത്തോളം അവര് മനസ്സുകൊണ്ട് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, അവർക്കത് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടോ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അതേസമയം എന്ത് തന്നെയാലും ഞാൻ മനസ്സിലാക്കുന്നത് പശ്ചിമേഷ്യയുടെ ചരിത്രം, ഈ പറഞ്ഞ സായുധ സംഘടനകളുടെ എണ്ണവും അല്ലെങ്കിൽ അവരെ പ്രവർത്തികളും പ്രവർത്തന രീതിയും അവരെ വളർച്ചയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇതിനൊന്നും ഒരിക്കലും എന്നേക്കുമായിട്ട് തകർക്കാനോ തീർക്കാനോ പറ്റില്ല. അത് ഇസ്രായേലിനും പറ്റില്ല, അമേരിക്കക്കും പറ്റില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും അറ്റാക്ക് നടത്തിയിട്ടും ഹിസ്ബുള്ള അവിടെ ഉണ്ട്, ഹൂത്തികൾ അവിടെ ഉണ്ട്, ഹമാസും അവിടെ ഉണ്ട്. ഇന്നും ഇന്നലെയോ അല്ലെങ്കിൽ 2023 ശേഷം മാത്രം തുടങ്ങിയ സംഘർഷമല്ലല്ലോ ഈ ഇസ്രായേലും ഈ പറഞ്ഞ മിലിറ്റന്റ് ഓർഗനൈസേഷൻ. അതിന് മുമ്പേ ഒരുപാട് ഓപ്പറേഷൻസ് നടന്നിട്ട് പല പേരിൽ 2000-ന് ശേഷം തന്നെ എനിക്ക് തോന്നുന്നു ഹമാസുമായിട്ട് ഒരുപാട് ഒരു 8-10 യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. മീൻസ് വാർ ലൈക്ക് സിറ്റുവേഷൻ ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആ ഓർഗനൈസേഷൻ പവർഫുൾ ആണ്.
ഇത്രയും പവർഫുൾ ആയതുകൊണ്ടാണല്ലോ 2 വർഷമായിട്ടും ഇസ്രായേൽ ഇറാൻ അറ്റാക്ക് ചെയ്യാൻ ധൈര്യം കാണിക്കുന്ന, അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ലീഡേഴ്സിനും ഹമാസിന്റെ ലീഡേഴ്സിനെ ഒക്കെ കൊന്നു എന്ന് അവകാശപ്പെടുന്ന ഇതേ ഇസ്രായേൽ തന്നെ ഇപ്പോഴും അവരെ ബന്ദികളെ മോചിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒഫീഷ്യൽ ആർമി പോലും ഇല്ലാത്ത ഒരു ചെറിയ സ്ട്രിപ്പിലെ അവര് ഇസ്രായേലി സിറ്റിസൺസിനെയും ആളുകളും പിടിച്ചു കൊണ്ടുപോയ ആ പറഞ്ഞ വിഭാഗം ആളുകൾ തകർത്തു എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോഴും എന്താണ് അവരെ കയ്യിൽ നിന്ന് ഇസ്രായേലി ഹോസ്റ്റേജ് ആയിട്ടുള്ള ആളുകളെ തിരിച്ചുകൊണ്ട് അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. അത് നമ്മൾ ഇതിന്റെ കൂടെ ചിന്തിക്കണം. ഇപ്പൊ ഇറാന്റെ കേസിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു എപ്പിസോഡ് ഉണ്ട്. നമ്മൾ ഇറാനിയൻ റെവല്യൂഷൻ നടക്കുന്ന 1979 ശേഷം അതിന്റെ ഉടനെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് അമേരിക്കൻ ഒഫീഷ്യൽസിനും സ്റ്റുഡൻസിനും ഒരു ഹോസ്റ്റേജ് ക്രൈസിസ് ഉണ്ടായിരുന്നു. അത് ഇറാനിയൻ സ്റ്റുഡൻസ് ആണ് ഹോസ്റ്റേജ് എടുക്കുന്നത്. എനിക്ക് 444 ദിവസം, ഏതാണ്ട് 1.5 വർഷത്തോളം ആ ഹോസ്റ്റേജ് ക്രൈസിസ് കണ്ടിന്യൂ ചെയ്തു. അതായത് അമേരിക്കക്ക് പോലും അമേരിക്കൻ സിറ്റിസൺസിനെ ഒഫീഷ്യൽസിനെ ഇറാൻ പിടിച്ചു വെച്ച അവരെ ഒഫീഷ്യൽസിനെ മോചിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത്രയും ദിവസം എടുത്തു. അപ്പം ഇറാന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിലും, ഈ പറഞ്ഞ മിലിറ്റന്റ് ഓർഗനൈസേഷൻസിന്റെ ചരിത്രമൊക്കെ നോക്കുകയാണെങ്കിലും, അവരൊരിക്കലും എന്നേക്കുമായിട്ട് തകർക്കാൻ കഴിയില്ല. അവരെ മനോവീര്യം തകർക്കാൻ പറ്റില്ല. കാരണം അവരെ കോഴ്സ് അവിടെ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരൊരു നിലപാടുണ്ട്. ഈ പറഞ്ഞ ഒന്ന് ഇസ്രായേലിന്റെ ഒരു എലിമിനേഷൻ അവർ ഓപ്പൺലി തന്നെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ ഹമാസ് ആണെങ്കിൽ ഈ പറഞ്ഞ ഓർഗനൈസേഷൻസ് ഒക്കെ പറയുന്ന കാര്യമാണ് ഇസ്രായേലിന്റെ തകർച്ച, അതേപോലെ തന്നെ പലസ്തീന്റെ മോചനം. ഇതൊക്കെ വരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജിക്കൽ ബേസ് ആണ്. അപ്പൊ ഐഡിയോളജി എന്നും നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഓർഗനൈസേഷൻസും അവിടെ നിലനിൽക്കും. അതാണ് ഇത്രയും കാലമായിട്ടും അമേരിക്കക്കോ ഇസ്രായേൽ ഇത്രയും ആക്രമണങ്ങൾ ഈ പറഞ്ഞ ഏജൻസികൾക്കെതിരെ നടത്തിയിട്ടും ഇത്രയും ആളുകൾ കൊന്നിട്ടും എന്താണ് അവരെ ഫൈനൽ ഒരു റിസൾട്ടിലേക്ക് എത്താതെ, ഒന്ന് ഇസ്രായേലിന്റെ ഈ ഒരു പെർമനന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റിയും പറഞ്ഞ സർവൈവലും ഇപ്പോഴും അതിലേക്ക് എത്തിയിട്ടില്ല. ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കൂടുന്നുള്ളൂ. ഈ പറഞ്ഞ ഏജൻസീസ് ഒരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ കൂടുതൽ പവർഫുൾ ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ചെറുതോ വലിയ തരത്തിലുള്ള അറ്റാക്ക് നടത്തുന്നു. ഒരിക്കലും ഈ പറഞ്ഞ സംഘടനകൾക്കൊന്നും ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ അമേരിക്കയെ പൂർണ്ണമായിട്ട് തകർക്കാനോ തോൽപ്പിക്കാനോ ശക്തിയില്ല, 100% ഉറപ്പാണ്. പക്ഷെ ഇവരൊരു പെർമനന്റ് ത്രെട്ടായിട്ട് എന്താണ് ഇപ്പോഴും അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഇതിന്റെ കൂടെ വായിക്കണം. റൈറ്റ്. എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ അതിക്രമത്തിന് ഇറാൻ ഏത് വിധത്തിലായിരിക്കും മറുപടി കൊടുക്കുക, അത് ഏത് ഘട്ടത്തിലായിരിക്കും ഉണ്ടാവുക, വളരെ പെട്ടെന്നുള്ളൊരു മറുപടി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ, അത് ഇസ്രായേലിനെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കുമോ, അതോ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയെ കോർണർ ചെയ്തുകൊണ്ടായിരിക്കുമോ, ഇറാൻ തന്നെ നേരിട്ടായിരിക്കുമോ, അതോ ഇറാൻ്റെ ഈ പറയുന്ന നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, ഇറാനെ പിന്തുണയ്ക്കുന്ന ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ ഉപയോഗിച്ചു, ഇതൊന്നും ഇപ്പോൾ തിട്ടമില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ അതിക്രമം, ഈ ആക്രമണം നേരത്തെ മുതൽ തന്നെ ആ മേഖലയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു യുദ്ധാന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുകയാണ്. അതിൻ്റെ ആഘാതം അവിടെയുള്ള മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്നു. അന്താരാഷ്ട്ര സമൂഹം പല തലത്തിൽ അതിൻ്റെ ആഘാതം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.